ഇംഗ്ലണ്ടിൽ നിന്ന് വീണ്ടും ചില ശുഭവാർത്തകൾ വരുന്നു. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ശക്തമായ ക്രിസ്തീയ രാജ്യമായിരുന്നു ഇംഗ്ലണ്ട്. ഇന്ന് UK-യുടെ ജനസംഖ്യാനുപാതികമായി പരിശോധിച്ചാൽ ആകെയുള്ള ജനങ്ങളിൽ പകുതി പോലും ക്രൈസ്തവരെന്ന് സ്വയം പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. വെറും 46.2% ആളുകൾ മാത്രമാണ് തങ്ങൾ ക്രൈസ്തവരെന്ന് പറയുന്നത്. അവരിൽ തന്നെ വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ് സ്ഥിരമായി പള്ളികളിൽ പോകുന്നത്. യാതൊരു മതത്തിലും വിശ്വാസമില്ലാത്ത, ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ 36.2% വരും. മുസ്ലിങ്ങളുടെ ജനസംഖ്യ അനുദിനം വർദ്ധിച്ചു വരികയാണ്. കുടിയേറ്റം മൂലവും വംശവർദ്ധനവും മൂലവും മുസ്ലിങ്ങൾ വർദ്ധിച്ചു വരുന്നു. 6.7% ഇപ്പോൾ മുസ്ലിങ്ങളുടെ ജനസംഖ്യ. എന്നാൽ ചില പട്ടണങ്ങളിൽ അവർ ഭൂരിപക്ഷമായി മാറിയിരിക്കുന്നു. 1.7% ഹൈന്ദവരുണ്ട്, 1% സിഖുകാരുണ്ട്. യഹൂദന്മാർ 0.5%, ബുദ്ധമതക്കാർ 0.5%. ഇതാണ് UK-യിലെ ഇപ്പോഴത്തെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലുള്ള മതപരമായ സ്പ്ലിറ്റ്. കഴിഞ്ഞ ചില പതിറ്റാണ്ടുകളായി ക്രൈസ്തവ വിശ്വാസം ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിടുന്ന രാജ്യങ്ങളിലൊന്നായി UK മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പള്ളിയിൽ പോകുന്ന ക്രൈസ്തവരുടെ എണ്ണം അപകടകരമായ നിലയിൽ കുറഞ്ഞുകൊണ്ടേയിരുന്നു. ക്രൈസ്തവ ദേവാലയങ്ങൾ ഡാൻസ് ഫ്ലോറുകളും മദ്യശാലകളും ഒക്കെയായി മാറ്റപ്പെട്ടു. മാത്രവുമല്ല, പല ക്രൈസ്തവ ദേവാലയങ്ങളും, വളരെ പാരമ്പര്യമുള്ള ക്രൈസ്തവ ദേവാലയങ്ങൾ പതിവായി ആരാധനയ്ക്ക് ആളുകൾ എത്താത്തതിനാൽ പിൽക്കാലങ്ങളിൽ അത് വിൽപ്പനയ്ക്ക് വേണ്ടി വെക്കുമ്പോൾ ഇങ്ങനെയുള്ള ദേവാലയങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് മിക്കപ്പോഴും മുസ്ലിങ്ങളാണ്. അങ്ങനെ ഈ പള്ളികൾ മോസ്കുകളായി രൂപാന്തരപ്പെടുന്നു. മാത്രവുമല്ല, ഹൈന്ദവ ക്ഷേത്രങ്ങളായും സിഖ് ഗുരുദ്വാരകളായും ഒക്കെ ഇങ്ങനെ പഴയ ക്രൈസ്തവ പള്ളികൾ മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ദീർഘനാളുകളായി UK-യുടെ അവസ്ഥ ഇതാണ്. സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോയിൽ ഒരു ഇസ്ലാം മത വിശ്വാസി ഒരു പള്ളിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നു: ഇതൊരു ക്രൈസ്തവ പള്ളിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് ഞങ്ങളുടെ ഒരു മോസ്കാണ്. പണ്ട് ഇതൊരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു. ഇതുപോലെ UK-യിലുടനീളം ധാരാളം ക്രിസ്തീയ ദേവാലയങ്ങൾ മോസ്കുകളായി മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, അദ്ദേഹം അവകാശപ്പെടുന്നു. അത് യാഥാർത്ഥ്യത്തോട് 100% പൊരുത്തപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നതിനാൽ ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടു. ജോൺ വെസ്ലിയുടെയും ചാൾസ് വെസ്ലിയുടെയും വില്യം ബൂത്തിൻ്റെയും ജോർജ് വൈറ്റ്ഫീൽഡിൻ്റെയും ഒക്കെ നാട് ലോകത്തെ സുവിശേഷം കൊണ്ട് മാറ്റിമറിക്കുവാൻ സ്വന്തം ജീവിതത്തെ വലിച്ചെറിഞ്ഞു കൊടുത്ത മിഷണറി വര്യന്മാരായ വില്യം കേറിയുടെയും ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെയും ഹഡ്സൺ ടൈലറുടെയും ഇങ്ങനെ 100 മിഷണറിമാരുടെ നാട്, പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിൻ്റെയും മിഷണറി പ്രസ്ഥാനങ്ങളുടെയും ഒട്ടനവധി ഉണർവുകളുടെയും നാട്, ലോകമെങ്ങും ബൈബിൾ നിറച്ച നാട്. പക്ഷേ ഇന്ന് ദൈവവിശ്വാസമില്ലാത്ത ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു നാടായി UK മാറ്റപ്പെട്ടിരിക്കുന്നു. ക്രൈസ്തവ വിശ്വാസം വലിയ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നും ഔദ്യോഗികമായി ആ രാജ്യം ഒരു ക്രൈസ്തവ രാജ്യമാണ്. രാജാവിനെ വാഴിക്കുന്നത് പോലും സഭയുടെ ആർച്ച് ബിഷപ്പാണ്. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. പല കാരണങ്ങൾ UK-യിലെ ജനങ്ങൾക്ക് ദൈവവിശ്വാസം നഷ്ടപ്പെടുവാനും ക്രൈസ്തവ വിശ്വാസം നഷ്ടപ്പെടുവാനുമുണ്ട്. എന്നാൽ ഇന്ന് ക്രൈസ്തവ വിശ്വാസം ഒരു പരിഹാസ വിഷയമായി മാറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് UK-യിലുള്ളത്. അത് വ്യക്തമാകുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ആ നാട്ടിൽ തെരുവിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്നവർക്കെതിരെ നടക്കുന്ന പരിഹാസങ്ങളും എതിർപ്പുകളും കാണുമ്പോഴാണ്. ധാരാളം വീഡിയോകൾ നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ് അങ്ങനെയുള്ളത്. രാജ്യത്തെ പല നിയമങ്ങളും ക്രൈസ്തവ വിരുദ്ധമായി വ്യാഖ്യാനിക്കപ്പെടുകയും ക്രൈസ്തവർക്കെതിരെ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ധാരാളം നിയമങ്ങളുണ്ട്. അത് എല്ലാം തന്നെ ക്രൈസ്തവർക്കെതിരായി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ വർഷം വിചിത്രമായ ഒരു കാര്യം നടന്നു. ഒരു സൈനികൻ തൻ്റെ സ്വകാര്യമായ പ്രാർത്ഥന നടത്തിയതിന് തോട്ട് ക്രൈം എന്ന പേരിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. മറ്റൊരു കാര്യം, ഗർഭഛിദ്ര ക്ലിനിക്കുകളുടെ ചുറ്റുവട്ടത്ത് ഒരു സേഫ് സോൺ രൂപീകരിച്ചു എന്നുള്ളതാണ്. ആ സേഫ് സോണിലുള്ള വീടുകളിൽ സ്വകാര്യമായ പ്രാർത്ഥനകൾ നടത്തുവാൻ പോലും പാടില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സ്കോട്ട്ലൻഡിലാണ് ഈ നിയമം യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇതിനെതിരെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് അതിശക്തമായി വിമർശനം ഉയർത്തുകയും അത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി മാറുകയും ചെയ്തത് സമീപകാലത്താണ്. ബോൺമൗത്തിലെ ആഡം സ്മിത്ത് എന്ന് പറയുന്ന വ്യക്തി ഇത്തരമൊരു സേഫ് സോണിൽ
തൻ്റെ വീട്ടിൽ സ്വകാര്യ പ്രാർത്ഥന നടത്തിയതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട കാര്യമാണ് JD വാൻസ് ഇങ്ങനെ ഒരു വിമർശനത്തിലൂടെ ഉയർത്തിക്കാട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ നാടാണ് ബ്രിട്ടൻ. പക്ഷേ സമീപകാലത്ത് തെരുവിൽ സുവിശേഷം പ്രസംഗിക്കുന്നത്, ക്രിസ്തീയ ഗാനങ്ങൾ ആലപിക്കുന്നത്, പ്രാർത്ഥന നടത്തുന്നത് ഒക്കെ നിരോധിക്കപ്പെടുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, ചില പട്ടണങ്ങളിൽ ഇങ്ങനെ പൊതു ഇടങ്ങളിൽ പ്രാർത്ഥനകൾ നടത്തുന്നതിനും സുവിശേഷ പ്രസംഗം നടത്തുന്നതിനുമെതിരെ നിയമം പാസാക്കുവാനുള്ള ശ്രമങ്ങളും ഉണ്ടായി. ലണ്ടന് പടിഞ്ഞാറുള്ള റഷ്മൂർ ബറോ, ആർഡർ ഷോർട്ട്, ഫാൻബറോ എന്നീ പട്ടണങ്ങളിൽ ഇപ്രകാരം ഒരു നിയമം പാസാക്കുവാനുള്ള ശ്രമം നടന്നെങ്കിലും മൈക്കിൾ ഫിലിപ്പ് എന്ന് പറയുന്ന അഡ്വക്കേറ്റിന്റെ സമയോചിതമായ ഇടപെടൽ നിമിത്തം തൽക്കാലത്തേക്ക് അത് ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിയമങ്ങളില്ലെങ്കിലും പോലീസ് പലയിടത്തും ക്രിസ്തീയ പ്രവർത്തകർക്കെതിരെ, സുവിശേഷ പ്രവർത്തകർക്കെതിരെ നടപടികൾ എടുക്കുന്നത് സാധാരണ സംഭവങ്ങളാണ്. അതിനാൽ തന്നെ സ്വയമായി ഒരു സെൻസർഷിപ്പ് ഏർപ്പെടുത്തുവാൻ ക്രൈസ്തവ സുവിശേഷ പ്രവർത്തകർ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുവാനായിട്ട് അവർ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സമീപകാലത്ത് ഈ ഈസ്റ്റർ ദിവസങ്ങളിൽ UK നിന്ന് വന്ന ചില വാർത്തകൾ വളരെ ശുഭകരമാണ്. UK ദേവാലയങ്ങളിൽ മുൻ വർഷങ്ങളിലൊന്നും ഉണ്ടാകാത്ത വിധം ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ദിന ആഘോഷങ്ങൾക്കും പ്രാർത്ഥനകൾക്കും എത്തിച്ചേർന്നു എന്നുള്ളതാണ് പുതിയ വാർത്തകൾ. മാത്രവുമല്ല, തെരുവിൽ പ്രസംഗം നടത്തുന്ന പല സുവിശേഷകരും പറയുന്നു, മുൻകാലങ്ങളിൽ തങ്ങളെ പരിഹസിച്ച് ആളുകൾ മുൻപോട്ട് പോകുന്നതായിരുന്നു പതിവെങ്കിൽ ഇപ്പോൾ പലരും സമീപത്ത് നിന്ന് ഇത് കേൾക്കുവാൻ തയ്യാറാകുന്നു. എന്തിനേറെ പറയുന്നു, പല യുവജനങ്ങളും മുന്നോട്ട് വന്ന് സംശയങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഒരു പുതിയ തുടക്കം UK ഉണ്ടാകുന്നു. ഒരു ഉണർവിലേക്ക് രാജ്യം മടങ്ങി വരുമെന്നുള്ള ഒരു ചിന്തയാണ് പൊതുവിൽ ഇപ്പോൾ UK ക്രൈസ്തവർക്കുള്ളത്. അക്കാര്യത്തിൽ എടുത്തു പറയത്തക്ക നിലയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുവാൻ പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് UK വർദ്ധിച്ചു വരുന്ന കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങളിൽ നിന്ന് അവിടെ ഉണ്ടായ, സമീപകാലത്തുണ്ടായ വളരെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള പ്രകടനങ്ങളും എതിർപ്പുകളും അക്രമങ്ങളും കലാപങ്ങളുമൊക്കെ ജനങ്ങളെ മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലത് വംശീയതയിലേക്ക് ജനങ്ങൾ പതിയെ ആകൃഷ്ടരാകുന്നൊരു കാഴ്ച UK കാണുവാൻ സാധിക്കുന്നു. സ്വാഭാവികമായും അത് ക്രൈസ്തവ വിശ്വാസത്തിലേക്കും പള്ളിയിലേക്കും ജനങ്ങളെ ആകർഷിക്കുന്നു എന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു. സെക്യുലറിസത്തിൻ്റെയും മതരാഹിത്യത്തിൻ്റെയും ഒക്കെ ഇടങ്ങളായി മാറിയിരുന്ന ഇംഗ്ലണ്ടിലെ പത്രങ്ങളിൽ ഇപ്പോൾ ക്രൈസ്തവ നവീകരണത്തെക്കുറിച്ചും ക്രിസ്തീയ ഉണർവുകളെക്കുറിച്ചും വാർത്തകൾ വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും ഇതോടനുബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. UK കാര്യമായ എന്തോ ഒരു ആത്മീയ മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ചെറിയ തെളിവുകളാണ് ഇതൊക്കെ. പ്രശസ്തനായ ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ഇംഗ്ലണ്ടിൽ ക്രിസ്തുമതം പലതവണ മരിച്ചു, പലതവണ ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ ഇതാ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലാണ് UK ക്രൈസ്തവ വിശ്വാസമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. UK സഭകൾക്ക് വേണ്ടി, അവിടുത്തെ സുവിശേഷകർക്ക് വേണ്ടി, അവിടുത്തെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഉണർവിനു വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും
ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.